കൊടൈക്കനാൽ യാത്രയുടെ 2ാം ദിവസമായ ഇന്ന് ആദ്യം കോക്കേഴ്സ് വാക്കൊക്കെ ചുറ്റിക്കണ്ടതിന് ശേഷം ഗുണ കേവിലേക്കാണ് ഞങ്ങളുടെ യാത്ര. മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ കണ്ട അതേ ഗുണ കേവ് തന്നെയാണിത്. അപ്പോൾ ഈ കാണുന്ന തിരക്കൊന്നും ഒരു തിരക്കേ അല്ല എന്ന് കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. അവധി ദിവസമായതിനാലാണ് ഇത്തരത്തിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെടാൻ കാരണം. ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് ടിക്കറ്റൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ പതിയെ അകത്തേക്ക് നടന്നു നീങ്ങി. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യത്തെ പടവുകൾ കടന്ന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിറച്ച് മരങ്ങളാണ്. അതിനിടയിലൂടെ ഇടയ്ക്കിടയ്ക്ക് കോടമഞ്ഞ് ഇങ്ങനെ വീശി വരും. മഞ്ഞ് വീശിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രയ്ക്ക് മൂടൽ മഞ്ഞാണ്. ആ പ്രതിഭാസം ഏതാണ്ട് 10-15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള പഴയ സ്ഥിതിയിലേക്ക് മാറുകയും വീണ്ടും നമ്മളിങ്ങനെ മഞ്ഞൊക്കെ ആസ്വദിച്ച് നടന്ന് മുന്നോട്ട് കുറേ ദൂരം കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഗുണ കേവ് ലൊക്കേഷനടുത്ത് എത്താനായിട്ട്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നമുക്ക് ഇതൊക്കെ ദൂരെ നിന്ന് കാണാൻ മാത്രമേ അനുവാദമുള്ളൂ. അതായത് ഈ ഗുണ കേവിൻ്റെ പരിസരമൊക്കെ അങ്ങോട്ടേക്ക് ആരും തന്നെ കടക്കുവാൻ പാടുള്ളതല്ല. അവിടെ എന്തായാലും അതിക്രമിച്ച് കടക്കുന്നവർക്ക് വലിയ ഫൈനുകളും മറ്റുമൊക്കെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കോടയാണ്, നല്ല കോട. ഗുണ കേവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതാണ് നിറച്ച് വേരുകൾ ഉള്ള ഒരു പ്രത്യേക സ്ഥലം. അപ്പോൾ ആ സ്ഥാനത്തേക്കാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് മരത്തിൻ്റെ വേരുകൾ പ്രത്യേക രീതിയിൽ നിൽക്കുന്ന ആ ലൊക്കേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ കാണുന്നതാണ് ഗുണ കേവ്. മുകളിൽ നിന്നുള്ള ദൃശ്യമാണ്. അങ്ങോട്ടേക്ക് നമുക്ക് സഞ്ചരിക്കുന്നതിനായിട്ട് സന്ദർശനത്തിന് അനുവാദമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുറച്ച് ചിത്രങ്ങൾ പകർത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്.